പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ സെക്കൻഡ് ഇയറിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങി. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പാർട്ട് 2 നിങ്ങൾ കാണാവൂ. പാർട്ട് 1 പഠിച്ചതിന് ശേഷം പാർട്ട് 2 കാണുക. ഓക്കെ, പാർട്ട് 1 നമ്മൾ പഠിച്ചത് എന്താണ് റിലേഷൻ എന്ന് ഡിഫൈൻ ചെയ്തു, എന്താണ് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ, എന്താണ് ഒരു സിമെട്രിക് റിലേഷൻ. ഇതാണ് നമ്മൾ പാർട്ട് 1 പഠിച്ചത്. ഇനി പാർട്ട് 2 നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. പാർട്ട് 2 ആദ്യം വരുന്നത് ട്രാൻസിറ്റീവ് റിലേഷനാണ്. ട്രാൻസിറ്റീവ് റിലേഷൻ, എ റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി ട്രാൻസിറ്റീവ് ഇഫ് എ ബി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെൻറ്റ് ഓഫ് ആർ. ഇതാണ് ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി ട്രാൻസിറ്റീവ് ഇഫ് എ ബി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെൻറ്റ് ഓഫ് ആർ. എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന എല്ലാ കോണ്ടെക്സ്റ്റിലും എ സിയും ആറിൽ ഉണ്ടാവണം. എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന എല്ലാ കേസിലും എ സിയും ആറിൽ ഉണ്ടാവണം. ഒരു ട്രാൻസിറ്റീവ് റിലേഷന് ഉദാഹരണത്തിലേക്ക് പോകാം നമുക്ക്. ഒന്നാമത്തെ എക്സാമ്പിൾ, എ ഈക്വൽസ് സെറ്റ് 1 2 3 ആണെന്നിരിക്കട്ടെ. എ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ഞാൻ എടുത്തിരിക്കുകയാണ്. ആർ ഈക്വൽസ് സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 1 1 2 1 3 2 2 2 3 3 3. ഇത് ആർ എന്ന് പറയുന്നത് ഇവിടെ എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റാണ്. അതുകൊണ്ട് ആർ എന്ന് പറയുന്നത് ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന എല്ലാ കേസിലും എ സിയും ആറിൽ ഉണ്ടാവണം. അപ്പോഴാണ് റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, 1 2 ആറിലുണ്ട്, അതുപോലെ 2 3യും ആറിലുണ്ട്. എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഒരു കേസാണ്. എ ഞാൻ 1 എന്നെടുത്തു, ബി 2 എന്നെടുത്തു, സി ഞാൻ 3 എന്നെടുത്തു. അങ്ങനെയെങ്കിൽ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്. അങ്ങനെയെങ്കിൽ എ സി എന്ന് പറയുമ്പോൾ ഇവിടെ 1 3 ആണ്. എ സിയും ആറിലുണ്ട്, 1 3 ആറിലുണ്ട്. അപ്പോൾ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഒരു കേസ് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി എ സിയും ആറിൽ വരുന്നു എന്ന് മനസ്സിലായി. അതുപോലെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന മറ്റൊരു കേസ് എടുക്കാം. ഇത് 2 2 ആറിലുണ്ട്, അതുപോലെ 2 3 ആറിലുണ്ട്. ഇപ്പോൾ എ ഞാൻ 2 എന്നെടുത്തു, ബിയും 2 എന്നെടുത്തു, സി ഞാൻ 3 എന്നെടുത്തു. അങ്ങനെയെങ്കിൽ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്. ഇവിടെ എ സി എന്ന് പറയുമ്പോൾ 2 3 ആണ്. അപ്പോൾ 2 3 ആറിലുണ്ട്. അപ്പോൾ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന വേറൊരു കേസ് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ അപ്പോഴും മനസ്സിലായി എ സി ആറിലുണ്ട്. ഇതുപോലെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്ത് വേറൊരു കേസ് പറയാം. നോക്കിയേ, 2 3 ആറിലുണ്ട്, 3 3 ആറിലുണ്ട്. എ ബി ആറിൽ വരുന്നു, ബി സി ആറിൽ വരുന്നൊരു കേസാണിത്. ഇവിടെ എ സി എന്ന് പറയുമ്പോൾ 2 3 ആണ്, എൻഡുകൾ 2 3 ആറിലുണ്ട്. അപ്പോൾ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഏത് കേസ് നിങ്ങളെടുത്ത് ചെക്ക് ചെയ്താലും മനസ്സിലാക്കാൻ സാധിക്കും എ സി ആറിൽ വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു 3 കേസ് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഏതൊരു കേസ് എടുത്ത് എക്സാമിൻ ചെയ്താലും എ സി ആറിൽ ഉണ്ടാവും. അതുകൊണ്ട് ആർ എന്ന ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ക്ലിയർലി ആർ ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. അനദർ എക്സാമ്പിൾ, എക്സാമ്പിൾ 2, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 and R equals relation consisting of ordered pairs 1 2 2 3 1 3. ഇവിടെ 1 2 2 3 1 3. ഇവിടെ ആർ എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ സബ്സെറ്റാണ്. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കി. എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന എല്ലാ കേസിലും എ സി ആറിൽ ഉണ്ടാവണം. ഇവിടെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്നൊരു കേസ് നമുക്ക് പറയാം. ഇവിടെ 1 2 ആറിലുണ്ട്, അതുപോലെ 2 3 ആറിലുണ്ട്. കണ്ടോ, എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്. അങ്ങനൊരു കേസാണിത്. ആ കേസിൽ എ സി എന്ന് പറയുമ്പോൾ ഇവിടെ 1 3 ആണ്. ഇവിടെ 1 3 ആറിൽ വരുന്നുണ്ട്. 1 2 ആറിലുണ്ട്, 2 3 ആറിലുണ്ട്. നോക്കിയേ, 1 3യും ആറിലുണ്ട്. അപ്പോൾ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഒരു കേസ് എടുത്തപ്പോൾ അവിടെ എ സി ആറിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇതുപോലെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന വേറൊരു കേസ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിയില്ല. ആകെ ഒരു കേസേ ഉള്ളൂ. ആ കേസിൽ എ സി ആറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം
ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഇവിടെ ആകെ ഒരു കേസേ ഉള്ളൂ, എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഒറ്റ കേസേ ഉള്ളൂ. ആ കേസിൽ എ സി ആറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. അനദർ എക്സാമ്പിൾ, ലെറ്റ് എ ഈക്വൽസ് സെറ്റ് 1 2 3 4. ആർ ഈസ് ഈക്വൽ ടു, ആർ എന്ന് പറയുന്ന ഈ റിലേഷൻ പരിഗണിക്കുക. റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേഡ് പെയർസ് 1 1 2 2 3 3 4 4. ഇവിടെ ആർ എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റാണ്. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ നമുക്കൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്ന് പരിശോധിക്കാം. ഈ റിലേഷനകത്ത് വന്നിരിക്കുന്ന ഓർഡേഡ് പേഴ്സ് നോക്കുക. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. അവരെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കമ്പോണൻസ് ഈക്വലായിട്ട് വരുന്ന ഓർഡേഡ് പേര് മാത്രമേ നമ്മൾ ആറിൽ എടുത്തിട്ടുള്ളൂ. ഈ റിലേഷനെ നമ്മൾ ഒരു പ്രത്യേക പേര് വിളിക്കുന്നുണ്ട്. ഈ റിലേഷനെ വിളിക്കുന്ന പേര് ഐഡൻറ്റിറ്റി റിലേഷൻ എന്നാണ്. കമ്പോണൻസ് ഈക്വലായിട്ടുള്ള ഓർഡേഡ് പേഴ്സിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തുണ്ടാക്കുന്ന റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഐഡൻറ്റിറ്റി റിലേഷനാണ്. ഈ ഐഡൻറ്റിറ്റി റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ നമുക്ക് പരിശോധിക്കാം. ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്തുവാണ്? എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന എല്ലാ കേസിലും എ സിയും ആറിലും ഉണ്ടാവണം. അപ്പോഴാണ് റിലേഷൻ നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഒരു കേസ് ഞാൻ പറയാം. 1 1 ആറിലുണ്ട്, വീണ്ടും 1 1 ആറിലുണ്ട്. എ 1 എന്നെടുത്തു, ബി 1 എന്നെടുത്തു, സിയും 1 എന്നെടുത്തു. അങ്ങനെയെങ്കിൽ എ ബി ആറിൽ വരുന്നു, ബി സി ആറിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നത് വീണ്ടും 1 1 ആണ്, എ സി ആറിലുണ്ട്. അപ്പോൾ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഒരു കേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ കേസിൽ തീർച്ചയായിട്ടും എ സി ആറിൽ വരുന്നുണ്ട്. ഇനി എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന മറ്റൊരു കേസാണ് എഴുതിയിരിക്കുന്നത്. എ 2 എന്നെടുക്കുന്നു, ബി 2 എന്നെടുക്കുന്നു, സി 2 എന്നെടുക്കുന്നു. അങ്ങനെയെങ്കിൽ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്. തീർച്ചയായിട്ടും എ സിയും, എ സി ഇവിടെ 2 2 വരും, ആറിലുണ്ട്. അതുപോലെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന മറ്റൊരു കേസ് എടുക്കാം. ഇപ്പോൾ 3 3 ആറിലുണ്ട്, വീണ്ടും 3 3 ആറിലുണ്ട്. 3 3 ആറിൽ വരുന്നുണ്ട്, വീണ്ടും 3 3 ആറിൽ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്നൊരു കോണ്ടെക്സ്റ്റാണിത്. ഇവിടെ എ സി എന്ന് പറയുമ്പോൾ അത് 3 3 ആണ്, അത് വീണ്ടും ആറിലുണ്ട്. അപ്പോൾ ഇവിടെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന 4 കേസുകളേ ഉള്ളൂ. ഈ 4 കോണ്ടെക്സ്റ്റിലും എ സി ആറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന 4 കേസിലും എ സി ആറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഓക്കെ. അനദർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3. ആർ എന്ന് പറയുന്ന ഈ റിലേഷൻ ആണെന്നിരിക്കട്ടെ, റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേഡ് പേഴ്സ് 1 2 2 3 3 3. ഇവിടെ ആർ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുക, 1 2 ആറിലുണ്ട്, 2 3 ആറിലുണ്ട്. കണ്ടോ, എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്. പക്ഷേ എ സി എന്ന് പറയുമ്പോൾ 1 3 ആണ്. 1 3 ഇതിനകത്ത് വരുന്നില്ല. 1 3 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാൻ കഴിയില്ല. കാരണം എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്നു. പക്ഷേ എ സി എന്ന് പറയുമ്പോൾ ഇവിടെ 1 3 ആണ്. 1 3 ആറിലില്ല. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ആർ ഈസ് നോട്ട് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഒരു ഈക്വലൻസ് റിലേഷൻ? അടുത്ത ഡെഫിനിഷൻ എന്നാണ് ഈക്വലൻസ് റിലേഷൻ. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ എ സെറ്റ് എ ഈ സെറ്റ് ബി ആൻ ഈക്വലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനെ നമ്മളൊരു ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇത് മൂന്നുമാണെങ്കിൽ നമ്മൾ ആ റിലേഷനെ ഒരു ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. ഈക്വലൻസ് റിലേഷൻ നമുക്ക് ഉദാഹരണം പറയാം. എക്സാമ്പിൾ 1, ലെറ്റ് എ ഈക്വൽസ് സെറ്റ് 1 2 3 ആൻഡ് ആർ ഈക്വൽസ് സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേഡ് പേഴ്സ് 1 1 2 2 3 3. ഇവിടെ ആർ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഈക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എയിൽ 1 എടുത്താൽ 1 1 ആറിലുണ്ട്, എയിൽ 2 എടുത്താൽ 2 2 ആറിലുണ്ട്, എയിൽ 3 എടുത്താൽ 3 3 ആറിലുണ്ട്. അപ്പോൾ എയിൽ ഏത് എലമെൻറ്റ് എ എടുത്താലും എ ആറിലുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ്. ഇനി നമുക്ക് ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്തുവാണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എ ബി ആറിലുള്ളപ്പോൾ ബി എയും ആറിൽ വരണം. എ ബി ആറിലുണ്ടെങ്കിൽ ബി എയും ആറിൽ വരണം. അപ്പോഴാണ് റിലേഷൻ സിമെട്രിക് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 1 ആറിലുണ്ട്, തിരിച്ചിട്ടാൽ കിട്ടുന്ന 1 1 തന്നെയാണ്. 1 1 വീണ്ടും ആറിലുണ്ട്. 2 2 ആറിലുണ്ട്, തിരിച്ചിട്ടാൽ കിട്ടുന്ന 2 2 ആണ്. 2 2 ആറിലുണ്ട്. 3 3 ആറിലുണ്ട്, തിരിച്ചിട്ടാൽ കിട്ടുന്ന ഓർഡേഡ് പേർ 3 3 ആണ്. അത് ആറിലുണ്ട്. അപ്പോൾ എ ബി ആറിൽ വരുന്ന എല്ലാ കേസിലും ബി എയും ആറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ സിമെട്രിക് ആണ്. ഇനി
ഇത് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ മനസ്സിലാക്കി. ഐഡൻറ്റിറ്റി റിലേഷൻ ആണിത്, അത് ട്രാൻസിറ്റീവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ പെർട്ടിക്കുലർ റിലേഷൻ അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണ്. ഈക്വലൻസ് റിലേഷന് മറ്റൊരു ഉദാഹരണം പറയാം. എക്സാമ്പിൾ 2. ലെറ്റ് എ ഈക്വൽസ് സെറ്റ് 1, 2, 3. Consider the relation R equals set consisting of ordered pairs 1, 1, 1, 2, 1, 3, 2, 1, 2, 2, 2, 3, 3, 1, 3, 2, 3, 3. ഇവിടെ ആറിനകത്ത് ഞാൻ എ ക്രോസ് എയിലെ എല്ലാ ഓർഡേഡ് പേരുകളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്താൽ പറയുന്ന റിലേഷൻ്റെ പേര് യൂണിവേഴ്സൽ റിലേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. എയിലെ എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, റിലേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ എ ക്രോസ് എയിലെ എല്ലാ ഓർഡേഡ് പേഴ്സിനെയും നമ്മൾ റിലേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റിലേഷനെ നമ്മൾ വിളിക്കുന്നത് ഈക്വലൻസ്. ആ റിലേഷനെ നമ്മൾ ഒരു യൂണിവേഴ്സൽ റിലേഷൻ എന്നാണ് പറയുന്നത്, യൂണിവേഴ്സൽ റിലേഷൻ. ഈ റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണോ നമുക്ക് പരിശോധിക്കാം. ഈക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. റിഫ്ലെക്സിവിറ്റി ആദ്യം ചെക്ക് ചെയ്യാം. 1 എടുത്താൽ 1, 1 ആറിലുണ്ട്, 2 എടുത്താൽ 2, 2 ആറിലുണ്ട്, 3 എടുത്താൽ 3, 3 ആറിലുണ്ട്. അതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. അതുപോലെ സിമെട്രി നോക്കുകയാണെങ്കിൽ എ ബി ആറിൽ വരുന്ന എല്ലാ കേസിലും ബി സി ആറിലുണ്ടാവും, എ ബി ആറിൽ വരുന്ന എല്ലാ കേസിലും ബി എ ആറിലുണ്ടാവും. അതുകൊണ്ട് സിമെട്രി ഉണ്ട്. നിങ്ങൾ ഏത് കേസ് എടുത്ത് എ ബി ആറിൽ വരുന്ന എല്ലാ കേസിലും തിരിച്ച് ബി എ ആറിലുണ്ടാവും. അതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഏത് കേസ് എടുത്ത് ചെക്ക് ചെയ്താലും എ സി ആറിൽ വരും. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, കൂടാതെ ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇതൊരു ഈക്വലൻസ് റിലേഷനാണ്. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പഠിച്ചത്. ആ എ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനെ ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഈക്വലൻസ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇഫ് ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ ദെൻ ആർ ഇൻവേഴ്സ് ഈസ് ഓൾസോ ആൻ ഈക്വലൻസ് റിലേഷൻ. ആർ ഒരു ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ആറിൻ്റെ ഇൻവേഴ്സും ഒരു ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. രണ്ടാമത്തെ റിസൾട്ട് ഇതാണ്, ആർ ഈസ് സിമെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ ഈസ് ഈക്വൽ ടു ആർ ഇൻവേഴ്സ്. ആർ എന്ന റിലേഷൻ സിമെട്രിക് ആണെങ്കിൽ ആറും ആർ ഇൻവേഴ്സും തുല്യമായിരിക്കും. അതുപോലെ ആറും ആർ ഇൻവേഴ്സും തുല്യമാണെങ്കിൽ ആറ് സിമെട്രിക് ആയിരിക്കും. മൂന്നാമത്തെ റിസൾട്ട്, if R1 and R2 are two equivalence relations, then R1 intersection R2 is an equivalence relation, but R1 union R2 need not be an equivalence relation. ഈ ഫാക്റ്റും ഓർത്തിരിക്കണം. R1ഉം R2ഉം രണ്ട് ഈക്വലൻസ് റിലേഷനുകളാണെങ്കിൽ R1 ഇൻ്റർസെക്ഷൻ R2 എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. പക്ഷേ R1 യൂണിയൻ R2 ഒരു ഈക്വലൻസ് റിലേഷൻ ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിലേഷൻ എന്താണ്, റിഫ്ലെക്സീവ് റിലേഷൻ എന്താണ്, സിമെട്രിക് റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിനി ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, give an example of a relation which is reflexive, symmetric but not transitive. നമുക്കൊരു റിലേഷൻ ഉദാഹരണം എഴുതണം. അത് റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, പക്ഷേ ട്രാൻസിറ്റീവ് ആവരുത്. അത്തരം ഒരു റിലേഷൻ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കാം. എ എന്ന സെറ്റ് ഇങ്ങനെ എടുക്കുക, സെറ്റ് 1, 2, 3. ആർ എന്ന റിലേഷൻ ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. ലെറ്റ് ആർ ബി ദ റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പേഴ്സ് 1, 1, 2, 2, 3, 3. ഇവരെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലെക്സിവിറ്റി ഓക്കെയാണ്. 1, 1, 2, 2, 3, 3 വരുമ്പോൾ റിഫ്ലെക്സീവ് ആയി കഴിഞ്ഞു. ഇനി 1, 2, 2, 3 1, 2, 2, 3 ഇൻക്ലൂഡ് ചെയ്യുന്നു, പക്ഷേ 1, 3 നമ്മൾ വിട്ട് കളയുന്നു. അപ്പോൾ ട്രാൻസിറ്റി അല്ലാതായിക്കോളും. ഇനി 1 സിമെട്രി കീപ്പ് ചെയ്യേണ്ടതുകൊണ്ട് 1, 2 ഉള്ളതുകൊണ്ട് തിരിച്ച് 2, 1 ഉണ്ടാവണം. അപ്പോൾ 2, 1 ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2, 3 ഉള്ളതുകൊണ്ട് 3, 2 ഉണ്ടാവണം. അപ്പോൾ 3, 2നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ റിലേഷൻ നോക്കുകയാണെങ്കിൽ 1, 1, 2, 2, 3, 3 ഉള്ളതുകൊണ്ട് ഇതൊരു റിഫ്ലെക്സീവ് റിലേഷനാണ്. അതുപോലെ തന്നെ സിമെട്രി ഉണ്ട്, കാരണം എ ബി ആറിൽ വരുന്ന എല്ലാ കേസിലും ബി എയും ആറിലുണ്ട്, അതുകൊണ്ട് സിമെട്രി ഉണ്ട്. പക്ഷേ ട്രാൻസിറ്റിവിറ്റി ഇവിടെ ഇല്ല, കാരണം 1, 2 ആറിലുണ്ട്, 2, 3 ആറിലുണ്ട്. എ ബി ആറിൽ വരുന്നു, ബി സി ആറിൽ വരുന്നു. പക്ഷേ എ സി എന്ന് പറയുമ്പോൾ 1, 3 ആണ്. 1, 3 ആണ് ആറിൽ വരുന്നില്ല, അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഈ റിലേഷൻ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് അല്ല. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ വിച്ച് ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്.
ഇതാണ് അടുത്ത ചോദ്യം. നമുക്കൊരു റിലേഷൻ ഉദാഹരണം കൊടുക്കണം. അത് റിഫ്ലക്സീവും ട്രാൻസിറ്റീവ് ആകുന്നു, പക്ഷേ സിമെട്രിക് അല്ല. ഉദാഹരണം എഴുതാം. ആൻസർ എ എന്ന് പറഞ്ഞ സെറ്റ് ഇങ്ങനെ തന്നെ ചൂസ് ചെയ്യുന്നത്. സെറ്റ് 1 2 3 എന്ന് എടുക്കുന്നു. ആർ എന്ന റിലേഷൻ ഇങ്ങനെ എടുക്കുന്നു. റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേഡ് പേഴ്സ് 1 1 1 2 1 3 2 2 2 3 3 3. ഇവിടെ ഞാൻ ആറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓർഡേഡ് പെയറുകൾ ഇവരൊക്കെയാണ്. 1 1 1 2 1 3 2 2 2 3 3 3. ഈ റിലേഷൻ 1 1 ഇവിടെ എയിലെ 1 എടുത്താൽ 1 1 ഉണ്ട്, 2 എടുത്താൽ 2 2 ഉണ്ട്, ഇവിടെ 3 എടുത്താൽ 3 3 ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. അതുപോലെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഏത് കേസ് ഇവിടെ നിങ്ങളെടുത്ത് എക്സാമിൻ ചെയ്താലും എ സിയും ആറിൽ വരും. എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്യുന്ന ഏതൊരു കേസ് എടുത്ത് ചെക്ക് ചെയ്താലും ഇവിടെ എ സി ആറിൽ ഉണ്ടാവും. അതുകൊണ്ട് ട്രാൻസിറ്റിവിറ്റി ഉറപ്പായിട്ട് ഇത് ട്രാൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ സിമെട്രിക് അല്ല എന്നതിൻ്റെ കാരണം 2 3 ആറിലുണ്ട്, പക്ഷേ 3 2 ആറിൽ വരുന്നില്ല. 2 3 ഉണ്ട്, പക്ഷേ 3 2 ആറിലില്ല. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ അല്ല. അപ്പോൾ റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ സിമെട്രിക് അല്ല. അനദർ എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ലെറ്റ് എ ഈക്വൽസ് സെറ്റ് 1 2 3 എക്സെട്ര 14. ആദ്യത്തെ 14 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് എന്ന് പറയുന്നത്. ആൻഡ് ആർ ഈക്വൽസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു 3x എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എ. ഇവിടെ ആർ എന്നത് ഒരു റിലേഷനാണ്. ആ റിലേഷനിവിടെ സാധാരണ നമ്മൾ ഇതുവരെ റിലേഷൻ നമ്മൾ റോസ്റ്റർ ഫോമിലാണ് എഴുതിയിരുന്നത്. ഇത് റൂൾ ഫോമിലാണ് ആ റിലേഷൻ തന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്, റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. ഇതാണ് ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. എക്സാമിൻ വെദർ ആർ ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. എ എന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ റിലേഷനെ തന്നിരിക്കുന്നത് റൂൾ ഫോമിലാണ്. നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം അത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം. നമുക്ക് ആൻസറിലേക്ക് പോകാം. എ ഈക്വൽസ് തന്നിരിക്കുന്ന സെറ്റ് എഴുതുക. സെറ്റ് 1 2 3 എക്സെട്ര 14. എന്ന് പറയുന്നത് ആദ്യത്തെ 14 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആറിനെ ഇവിടെ റൂൾ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു 3x എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എ. നമുക്ക് ഈ റൂൾ ഫോമിൽ തന്നിരിക്കുന്ന റിലേഷനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എക്സും വൈയും എയിലെ മെമ്പേഴ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിന് കൊടുക്കാവുന്ന ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എക്സിന് നിങ്ങൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ 3 എന്ന് കിട്ടും. അപ്പോൾ ഈ റിലേഷനിൽ വരുന്ന ആദ്യത്തെ ഓർഡേഡ് പെയർ എന്ന് പറഞ്ഞാൽ 1 3 ആണ്. എക്സിന് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ 6 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് വരുന്ന അടുത്ത ഓർഡേഡ് പെയർ എന്ന് പറഞ്ഞാൽ 2 6 ആണ്. എക്സ് വൈ എലമെൻറ്റ് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിന് കൊടുക്കാവുന്ന നെക്സ്റ്റ് വാല്യൂ 3 ആണ്. എക്സിന് 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൈ 9 എന്ന് കിട്ടും. ഇനി എക്സിന് കൊടുക്കാവുന്ന നെക്സ്റ്റ് വാല്യൂ 4 ആണ്. എക്സിന് 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സിന് 4 എന്ന് കൊടുത്താൽ വൈ 12 എന്ന് കിട്ടും. അപ്പോൾ ഈ റിലേഷനകത്ത് വരുന്ന അടുത്ത ഓർഡേഡ് പെയർ എന്ന് പറയുന്നത് 4 12 ആണ്. ഇനി എക്സിന് നിങ്ങൾ 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ 5ഉം എയിലുള്ള മെമ്പറാണ്. എക്സിന് 5 എന്ന് കൊടുത്താൽ വൈ 15 എന്ന് കിട്ടും. പക്ഷേ 15 എയിലെ മെമ്പർ അല്ല. അതുകൊണ്ട് 5ൽ തുടങ്ങുന്ന ഓർഡേഡ് പെയർ 6ൽ ഉണ്ടാവില്ല. അതുപോലെ 6ൽ തുടങ്ങുന്ന ഓർഡേഡ് പെയർ അങ്ങോട്ടുള്ള ഓർഡേഡ് പെയർസ് ഒന്നും 6ൽ വരില്ല. അപ്പോൾ 6ൽ വരുന്നത് ഈ 4 ഓർഡേഡ് പെയറുകൾ മാത്രമാണ്. തന്നിരുന്ന റിലേഷനെ നമ്മൾ റൂൾ ഫോമിലാണ് തന്നിരുന്നത്. അതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റി? റോസ്റ്റർ ഫോമിൽ കൺവേർട്ട് ചെയ്തു. ഇനി ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗം, ഇത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. റിഫ്ലക്സീവ് ആണെങ്കിൽ 1 എടുത്താൽ 1 1 ഉണ്ടാവണം, 2 എടുത്താൽ 2 2 ഉണ്ടാകണം, എക്സെട്ര 14 എടുത്താൽ 14,14 ഉണ്ടാവണം. പക്ഷേ ഇവിടെ 1 1 പോലും 6ൽ വരുന്നില്ല. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആവില്ല. ഇനി സിമെട്രിക് ആണോ എന്ന് പരിശോധിക്കാം. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്തുവാണ്? എ ബി 6ൽ വരുന്ന എല്ലാ കേസിലും ബി എയും 6ൽ ഉണ്ടാവണം. ഇവിടെ 1 3 6ലുണ്ട്, തിരിച്ചിട്ടാ കിട്ടുന്ന 3 1 6ൽ വരുന്നില്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റിവിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റിവിറ്റി പരിശോധിക്കുന്നതിന് ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എ ബി 6ൽ വരികയും ബി സി 6ൽ വരികയും ചെയ്യുന്ന ഏത് കേസ് എടുത്താലും എ സി 6ൽ വരണം. ഇവിടെ 1 3 6ലുണ്ട്, 3 9 6ലുണ്ട്. 1 3 6ലുണ്ട്, 3 9 6ലുണ്ട്. എ ബി 6ൽ വരികയും ബി സി 6ൽ വരികയും ചെയ്യുന്നൊരു കേസാണ്. ഇവിടെ എ സി എന്ന് പറയുമ്പോൾ 1 9 ആണ്. 1 9 6ൽ എങ്ങും വരുന്നില്ല. അപ്പോൾ എ ബി 6ൽ വരികയും ബി സി 6ൽ വരികയും ചെയ്യുന്നൊരു കേസ് നമ്മൾ ചെക്ക് ചെയ്തു. ആ കേസ് ഇതാണ്. 1 3 6ലുണ്ട്, 3 9 6ലുണ്ട്, പക്ഷേ 1 9 6ൽ വരുന്നില്ല. അതുകൊണ്ട് ഈ റിലേഷൻ ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് ഡിഫൈൻ ചെയ്തു, എന്താണ് ഈക്വലൻസ് റിലേഷൻ എന്ന് ഡിഫൈൻ ചെയ്തു. അതിനുശേഷം
ഈ ചാപ്റ്ററിലെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതാണ് പാർട്ട് 2വിനകത്ത് വരുന്ന കാര്യങ്ങൾ. അടുത്ത പാർട്ടിൽ ഈ റിലേഷൻ എന്നുള്ള ഏരിയയിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് അടുത്ത പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നോട്ട്സ് എഴുതിയെടുക്കുക. അത് പഠിച്ചതിന് ശേഷം മാത്രം പാർട്ട് 3 കാണുക. റിലേഷൻ ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വാച്ച് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.